ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്രകടനം ഈ സീസണിൽ അങ്ങേയറ്റം നിരാശാജനകമാണ്. ഇതുവരെ കളിച്ചത് 10 മത്സരങ്ങളാണ്. അതിൽ 7 മത്സരത്തിലും അവർ തോറ്റു. 3 എണ്ണത്തിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഇന്നലെ നടന്ന മത്സരത്തിൽ ഈ സീസണിൽ ടീം 7ാം തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ ഗുജറാത്ത് ഹൈദരാബാദിനെ 38 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഗുജറാത്തിനെതിരെയുള്ള തോൽവിക്ക് ശേഷം ടീം IPLന്റെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. എന്നാൽ ഈ തോൽവിയുണ്ടായിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം ഔദ്യോഗികമായി തന്നെ ഇപ്പോഴും IPLന്റെ പ്ലേ ഓഫിൽ നിന്നും പുറത്തായിട്ടില്ല. സൺറൈസേഴ്സ് ആകട്ടെ ഇപ്പോഴും പ്ലേ ഓഫിന്റെ മത്സരത്തിൽ തന്നെയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതുവരെ 10 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണം വിജയിക്കുകയും 7 മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. നിലവിൽ ടീമിന്റെ അക്കൗണ്ടിൽ 6 പോയിന്റാണുള്ളത്. അവരുടെ നെറ്റ് റൺ റേറ്റ് ആണെങ്കിൽ -1.192 ആണ്. SRH ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ അവർ ആദ്യം ശേഷിക്കുന്ന 4 മത്സരങ്ങളിലും വിജയിക്കണം. ഹൈദരാബാദിന് എല്ലാ മത്സരങ്ങളിലും ജയിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ ആകെ പോയിന്റ് 14 ആക്കി ഉയർത്താൻ സാധിക്കും. എന്നാൽ 14 പോയിന്റുകൾ നേടിയാലും ടീമിന് നേരിട്ട് പ്രവേശനം ലഭിക്കില്ല. ഇതിനുശേഷം അവർക്ക് മറ്റു ടീമുകളുടെ ഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. IPLൽ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് എന്നീ ടീമുകൾ നിലവിൽ 14 പോയിന്റിലാണ് നിൽക്കുന്നത്. അതേസമയം പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾക്കും അതേ പോയിന്റുകൾ നേടാൻ സാധിക്കും. ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ ടോപ്പ് 4ൽ തുടരുന്ന ടീമുകളിൽ ഒന്ന് 14 പോയിന്റിൽ തന്നെ നിൽക്കണം. അതിനുവേണ്ടി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്രാർത്ഥിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് നെറ്റ് റൺ റേറ്റിലേക്ക് വരും. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈദരാബാദിനും നെറ്റ് റൺ റേറ്റ് നിർണായകമാകും. നിലവിൽ അവർക്ക് നെറ്റ് റൺ റേറ്റ് വളരെ കുറവാണ്. അത് അവർ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. SRHന് ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും വലിയ മാർജിനിൽ ജയിച്ചാൽ അവർക്ക് നെറ്റ് റൺ റേറ്റ് ഉയർത്താൻ സാധിക്കും. എന്നിരുന്നാലും ഇതിനൊക്കെ തന്നെ 1% മാത്രമാണ് സാധ്യതയുള്ളത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.